ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ടോപ്പിക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം എന്ന കൂട്ടുകാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കും മലയാളം ക്വസ്റ്റ്യനൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ബി ആണ്, മധ്യപ്രദേശാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹെറിംഗ് പോണ്ട് എന്ന് വിളിപ്പേരുള്ള സമുദ്രം ഏതാണ്? ഹെറിംഗ് പോണ്ട് എന്ന് വിളിപ്പേരുള്ള സമുദ്രം. ഇതിൻ്റെ ഉത്തരം സി ആണ്, അറ്റ്ലാന്റിക് സമുദ്രമാണ് ഹെറിംഗ് പോണ്ട് എന്ന് വിളിപ്പേരുള്ള സമുദ്രം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വന്യമൃഗങ്ങളോടുള്ള ഭയം ഒരു ഡാഷ് ഫോബിയാണ്. ഇതിന് ചെയ്യാൻ അഗ്രിസുഫോബിയ. 4, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല കൽക്കട്ടയാണ്. 5, കണ്ടൽ വനം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. 6, ഇന്ത്യയിലെ ഏത് തെക്കൻ സംസ്ഥാനത്താണ് പോയിന്റ് കാലിമേർ എന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏത് തെക്കൻ സംസ്ഥാനത്താണ് പോയിന്റ് കാലിമേർ എന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബി ആണ്, തമിഴ്നാടാണ്. അടുത്ത ചോദ്യം, ഡോക്ടർ ഗുരുദേവ് എസ് കുഷ് താഴെ പറയുന്നത് ഏതിലാണ് പ്രശസ്തനായിരിക്കുന്നത്? ഡോക്ടർ ഗുരുദേവ് എസ് കുഷ്. ഉത്തരം ബി ആണ്, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് പ്രശസ്തൻ. 8, ഉണങ്ങിയ മുൾക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം. ഉത്തരം ബി ആണ്, മഴയുടെ അളവ് 100 സെന്റിമീറ്റർ താഴെ ഉള്ള പ്രദേശമാണ്. 9, കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം. ഉത്തരം ഡി ആണ്, ചിറ്റൂറാണ്. 10, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം എ ആണ്, ഡെറാഡൂണിലാണ്. 11, ലോക മൃഗക്ഷേമ ദിനം എന്നാണ്? ഉത്തരം ഡി ആണ്, ഒക്ടോബർ 4-ലാണ്. 11, ചെടികളുടെ വളർച്ച രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. 12, വനമഹോത്സവം എന്ന വാർഷിക വൃക്ഷത്തൈ നടീൽ ഉത്സവം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1950-ലാണ് വനമഹോത്സവം എന്ന വാർഷിക വൃക്ഷത്തൈ നടീൽ ഉത്സവം ആരംഭിച്ചത്. 13, ചരിത്രത്തിൽ ആദ്യമായി വന്യജീവി സംരക്ഷണ നടപടികൾക്ക് വേണ്ടി വാദിച്ച ഇന്ത്യൻ ഭരണാധികാരി? അശോക ചക്രവർത്തിയാണ് ചരിത്രത്തിൽ ആദ്യമായി വന്യജീവി സംരക്ഷണ നടപടികൾക്ക് വേണ്ടി വാദിച്ച ഇന്ത്യൻ ഭരണാധികാരി. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷമാണ്. 14, ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് വനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് വനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 15, വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു പ്രദേശത്തെ സാങ്ച്വറിയായി പ്രഖ്യാപിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? സംസ്ഥാന സർക്കാരുകൾ. അതിൻ്റെ സെക്ഷൻ 18 പറയുന്നത് വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു പ്രദേശത്തെ സാങ്ച്വറിയായി പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് സംസ്ഥാന സർക്കാരിനാണ്. 16, വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പാണ് വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് നിരോധിച്ചിരിക്കുന്നത്? സെക്ഷൻ 9. 17, 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പാണ് സ്പെസിഫൈഡ് ചെടികളെ പറിച്ചെടുക്കുക, പിഴുതെറിയുക തുടങ്ങിയവ നിരോധിച്ചിരിക്കുന്നത്? സെക്ഷൻ 17A ആണ്. സെക്ഷൻ 17A.
18 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു തന്നെ 1981 ജൂൺ 1 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 19 ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് സംസ്ഥാനം പരിസ്ഥിതിയെ സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും രാജ്യത്തിൻ്റെ വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കാനും ശ്രമിക്കണമെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 48A. ആർട്ടിക്കിൾ 48A ഇരുപത് കാടുകൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രകൃതി പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ജീവജാലങ്ങളോട് അനുകമ്പ കാണിക്കുക എന്നിവ ഇന്ത്യയിലെ ഓരോ പൗരന്റെ കടമയായിരിക്കുമെന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പറയുന്നു? കാടുകൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രകൃതി പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ജീവജാലങ്ങളോട് അനുകമ്പ കാണിക്കുക എന്നിവ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കടമയായിരിക്കുമെന്ന് ഭരണഘടന ഏത് ആർട്ടിക്കിൾ പറയുന്നു? ആർട്ടിക്കിൾ 51AG ആണ്. അതായത് ഫണ്ടമെന്റൽ അടിസ്ഥാന കടമ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അടുത്ത നമ്മൾ GK ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. കേരളത്തിലെ സസ്യങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണറായ വാൻഡ്രീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം. 1678 1703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. ഇതിൻ്റെ ഉത്തരം C ആണ്. 1, 2, 4. 1 കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. 2 ഡച്ച് ഗവർണറായ വാൻഡ്രീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. 4 1678 1703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഗ്രന്ഥം പുറത്തിറക്കിയത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ ജോഡി അടയാളപ്പെടുത്തുക. ഉത്തരം വരുന്നത് B ആണ്. 1, 2, 3. 1 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ. 2 റഷ്യൻ വിപ്ലവം ലെനിൻ. 3 മഹത്തായ വിപ്ലവം ജെയിംസ് രണ്ടാമൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. എൻ്റെ ഉത്തരം B ആണ്. 1 D ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല. 2 മെമ്മറി ഓഫ് സോൾ ഫെറീനോ ഹെൻറി ഡ്യൂനാന്റ്. 3 B മെയിൻ കാംഫ് അഡോൾഫ് ഹിറ്റ്ലർ. 4 C ആണ് മേ ഏർലി ലൈഫ് വിൻസൻ ചർച്ച്. 4 താഴെ തന്നിരിക്കുന്നതിന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം D ആണ്. 1, 2, 4. 1 പ്രധാനമന്ത്രി വയോവന്ദന യോജന 2017 മെയ് മാസം ആരംഭിച്ചു. 2 60 വയസ്സതിന് മുകളിലുള്ള സീനിയർ സിറ്റിസണിന് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. 4 ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ഈ പദ്ധതി. അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഘടനകൾ രൂപം കൊണ്ട ക്രമത്തിൽ ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഉത്തരം A ആണ്. 3, 1, 2, 4. 3 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. 1 ഇന്ത്യൻ അസോസിയേഷൻ. 2 ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. 4 ഓൾ ഇന്ത്യ കിസാൻ സഭ. 6 ഗോദാവരി നദിയുടെ പോഷക നദി. ഉത്തരം B ആണ്. ശബരിയാണ്. 7 ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. ഉത്തരം C കവരത്തി. 8 ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരം A ആണ്. ഷിപ്കില ചുരം. 9 ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് വരെ. ഉത്തരം D ആണ്. ധ്രുവീയ പൂർവ്വവാദങ്ങൾ. 10 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഉത്തരം C അസം. 11 താഴെ തന്നിരിക്കുന്നതിൽ ദാദാഭായ് നവറോജിയുടെ പുസ്തകമേത്? ഇതിന്റെ ഉത്തരം C ആണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 12 നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. 13 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രശ്നം തെറ്റായത് കണ്ടെത്തുക. ഉത്തരമാണ് ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം 4ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 14 താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ഉത്തരം D ആണ്. 1, 2, 3. 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു. 1980 6 സ്വകാര്യ മേഖലാ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 15 ചേരുംപടി ചേർക്കുക. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ചേരുംപടി ചേർക്കുക. ഇതിന്റെ ആൻസർ B ആണ്. 4 ഒന്നാമത്തെ 4 പുതിയ സാമ്പത്തിക നയം 1991 2 1
ആസൂത്രണ കമ്മീഷൻ സ്ഥാപിച്ചത് 1950. 3. നബാർഡ് നിലവിൽ വന്നു. 2. 1982 നബാർഡ് നിലവിൽ വന്നത്. 4. നീതി ആയോഗ് 2015. 16. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ തിരിച്ചറിയുക. 2. പാർലമെന്ററി ഭരണ സമ്പ്രദായം നിയമവാഴ്ച. 17. ഇന്ത്യയിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ഉത്തരം ലോക്സഭയും രാജ്യസഭയും ചേർന്നു. 18. പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളെ തിരിച്ചറിയാം. 22. അശോക് മേത്ത, ബൽവന്ത് റായ് മേത്ത. 19. നിർദ്ദേശകത്വത്തിൽ പെടാത്തവ കണ്ടുപിടിക്കുക. സിയാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും. 20. കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അംഗീകാരം നൽകിയ വർഷം തിരിച്ചറിയുക. സിയാണ് 2020 ജൂലൈ 29. 21. കിഫ്ബിയുടെ പൂർണ്ണരൂപം കണ്ടുപിടിക്കുക. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. 22. കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരും അതിന്റെ ഗുഡ്വിൽ അംബാസഡറെയും തെരഞ്ഞെടുക്കുക. സഞ്ജീവിനി മോഹൻലാൽ. 23. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം കണ്ടുപിടിക്കുക. 1998 ഡിസംബർ. 24. മുസ്ലിം പൈതൃക പദ്ധതി പ്രദേശങ്ങൾ കേരളത്തിലെ 7 ജില്ലകളിലായി അഴിച്ചുകിടക്കുന്നു. എറണാകുളം, തൃശൂർ. 25. മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ശ്വാസകോശം. 26. മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹ്യത. കോൺ കോശങ്ങൾ. 27. ഏത് രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത്? ഉത്തരം കുഷ്ഠരോഗം. 28. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം കരൾ. 29. മനുഷ്യനിൽ വിറ്റാമിൻ എയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം. ഉത്തരം നിശാന്തത. 30. താഴെ പറയുന്നതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത്? ഉത്തരം ഫെർമി. 31. മഴവില്ലുണ്ടാകുന്നത് പ്രകാശത്തിന്റെ ഏതെല്ലാം പ്രതിഭാസങ്ങൾ മൂലമാണ്? ഉത്തരം അപവർത്തനം, ആന്തര പ്രതിപതനം, പ്രകീർണനം. 32. 2021 ആഗസ്റ്റിൽ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പ്രകടനത്തിന്റെ പേര്? ഉത്തരം EOS 03. 33. ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയുടെ pH മൂല്യം കുറയുന്നു. 34. രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? സൾഫ്യൂരിക് ആസിഡാണ്. 35. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലം? ഉത്തരം ഹൈഡ്രജൻ. അടുത്ത ചോദ്യം 36. താഴെ പറയുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാകാം? ഉത്തരം 1, 3, 4 എന്നിവ. 1. സാഹിത്യ ലോകം. 3. സാഹിത്യ ചക്രവാളം. 4. മലയാളം ലിറ്റററി സർവേ. 37. ഞാനെന്ന ആത്മാവ് എഴുതിയതാരെ? ഉത്തരം NN പിള്ള. 38. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതാരെ? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. 39. കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരം? ഉത്തരം സുവർണ ചകോരം. 40. ക്വസ്റ്റ്യൻ. മാരിയപ്പൻ തങ്കവേലു ഏത് മേഖലയിൽ അറിയപ്പെടുന്നു? ഉത്തരം സ്പോർട്സ്. ഇത്രയും GK ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കണം. കൂട്ടുകാരൊക്കെ നോക്കുക. ഓക്കെ, താങ്ക് യു.